ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെയിലാണ് കേട്ടോ ഗൈസ്, നേരെ കുത്തുന്ന വെയിലാണ്. അപ്പോൾ ഇന്നെന്താ വിശേഷം എന്ന് വെച്ചാൽ നേരെ വെളുത്തപ്പോൾ തന്നെ നല്ല വിശേഷമാണ് കേട്ടോ. കാലത്തെ സെക്കൻഡ് സ്റ്റെഡ് കാണാനുണ്ട് ഗൈസ്, എവിടെ പോയി എന്നറിയില്ല. രാവിലെ എണീറ്റ് നോക്കി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ ഇതിലുണ്ട്, ഇതിലില്ല. ഞാൻ ഇടയ്ക്ക് കഴിച്ചു ശരിയൊന്നുമല്ല, കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. എന്താണ് അപ്പോൾ ഇടയ്ക്ക് ഞാനതൊന്ന് കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മയിൽ കഴിച്ചു വെച്ചിക്കാണോ എന്ന് കരുതിയിട്ട് ഈ കാതിൽ തപ്പി നോക്കിയപ്പോൾ ഈ കാതിലുണ്ട് കേട്ടോ. ഈ കാതിലത്തെ കാണാനില്ല. അപ്പം അങ്ങനെ തപ്പി തിരഞ്ഞ് നടക്കുകയാണ്. ഇവിടെ ഉഷാറായിട്ട് നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ സങ്കടം പോക്കറിയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ബെഡൊക്കെ വിരിച്ചതൊക്കെ ഇങ്ങനെ തട്ടിക്കുടഞ്ഞ് നോക്കി വെച്ചു. ഇനി അവിടെ നിന്ന് അടിച്ചു വാരി നോക്കാണ്ട് അതും കൂടി കഴിഞ്ഞ് എൻ്റെ പ്രതീക്ഷ പോയി ഗൈസ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇത് പോയി, ഇത് കിട്ടിട്ടോ. പക്ഷെ ഇപ്രാവശ്യം അവിടെ ബാത്റൂമൊക്കെ ഒക്കും മാറ്റാനൊന്നിനും പോയിട്ടില്ല. പക്ഷെ ഇന്നലെ റൂമിൽ തന്നെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. കാരണം പല്ല് വേദനയായതുകൊണ്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. വൈകുന്നേരത്താണോ ഒന്ന് പുറത്തിറങ്ങി കഴിക്കാനുള്ളതൊന്ന് തയ്ച്ചു വെച്ചത് കേട്ടോ. പിന്നെ ഇപ്പം എവിടെ പോയി എന്നുള്ള സ്റ്റോറൂമിൽ അതൊക്കെ ഓള് നോക്കിട്ടോ. കുളി റൂമിൽ എൻ്റെ നോട്ടാണ്, അതുകൊണ്ടൊന്നും നോക്കണം. ഇനി കുളി റൂമിലും കൂടെ നോക്കണം, പുറത്ത് അതിൻ്റെ അവിടെ പുറത്തൊക്കെ നോക്കണം. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ സാദിക്കിൻ്റെ കുളി കഴിഞ്ഞു. ഇപ്പപ്പാൻ്റെ കുളി കഴിഞ്ഞോ? ഇല്ല, ഓലത്തൊക്കെ കഴിഞ്ഞു. ചട്ടി നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് ഇച്ചത് പോരേ. അപ്പം അങ്ങനെ കിട്ടാൻ വിധിയില്ലതാണ് നമുക്ക് കിട്ടും എന്നുള്ളൊരു ആശ്വാസത്തിലാട്ടെ ഞാനിപ്പോൾ നിൽക്കണത്. എന്തായാലും ഞാൻ ചായ കുടിച്ചിട്ട് വലിയൊരു ഈ വർഷം തന്നെ തുടക്കം മുതലേ എനിക്ക് എന്താ പറയുക ഒരു ഉഷാറില്ലാത്ത വർഷം കേട്ടോ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നൊക്കെ പറഞ്ഞിച്ചൊന്നും നല്ലത് വരുന്നില്ല. ചൊക്കെ എന്താ പറയുക, മനസ്സിന് സുഖമില്ലാത്ത ഇതുകളാണ് കേട്ടോ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയില്ല. എന്തായാലും ചായ അടിച്ചിട്ട് കേട്ടോ. പത്തിരിയും കടലക്കറിയാണ്. നൂഡിൽസ് കഴിഞ്ഞു. നൂഡിൽസ് പിന്നെ തിന്ന് പോയിട്ടോ. പത്തിരി താഴത്തുനിന്ന് കൊടുന്നാണ്. അപ്പോൾ അത് തിന്നിട്ട് എന്നാലിപ്പോൾ നമുക്ക് നമ്മളതൊന്ന് പോയാലൊരു സുഖം ഉണ്ടാവില്ലല്ലോ. കുട്ടിയോട് എവിടെ ഗോൾഡത്ത് ഇറങ്ങി കിടന്നാലും നമ്മളിങ്ങനെ നമ്മളെ കമ്മലാണോ എന്നുള്ളതിൽ എടുത്ത് നോക്കൂട്ടോ. ആ ഒരവസ്ഥയാണ് ഇപ്പോൾ. എന്തായാലും പഠിച്ചോ നമുക്ക് കിട്ടാൻ കരുതിയതാണ്, നമുക്ക് കിട്ടും. പോകാൻ കരുതിയതാണ് ഇപ്പോൾ. അത് കുറച്ച് നിൽക്കുക എന്നുള്ളതാട്ടോ അപ്പം എൻ്റെത്. ഒരു വട്ടം നല്ല വട്ടം ഈ കമ്മൽ എൻ്റെ അടുത്ത് നിന്ന് കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. അത്രയും പ്രാവശ്യം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റഡ് എങ്ങനെയെന്ന് അറിയില്ലല്ലോ. ചാടിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് നമ്മൾ കമ്മൽ തിരയണ പണിയിലായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ എന്തെങ്കിലും ഒന്ന് പോയി കിട്ടിയ, എല്ലാവർക്കും അങ്ങനെ തന്നെ. കാരണം പോയി കിട്ടിയാൽ പിന്നെ അത് കിട്ടുവോളം നമ്മൾ തിരഞ്ഞെടുക്കുന്നില്ലേ ഒരു ഇതുണ്ടാവില്ലേ, കിട്ടുവോളം തിരയാന്നുള്ള അങ്ങനെ ഒരു സംഭവം തന്നെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് പല്ലുവേദനയും കൂടി വന്നപ്പോൾ ഞാൻ തളർന്നു കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ പിന്നെ വിളിച്ച് നീപ്പിച്ചങ്ങാണ്ട് അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോസിലെടുക്കാൻ പറ്റിയില്ല. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഞാൻ വന്ന് കുറച്ച് നേരം കമ്മൽ തരും, പിന്നെ വന്ന് കിടക്കും. പിന്നെ പല്ലുവേദനയ്ക്ക് ഇതുപോലെ ഇപ്പോൾ ഗുളിക കൂടുന്നന്നു കേട്ടോ. അത് കുടിച്ചപ്പോൾ ചെറിയൊരു ആശ്വാസം കേട്ടോ. അതും ഞാൻ വല്ലാതെ സഹിക്കാൻ കഴിയാതായപ്പോഴാണ് ഞാൻ പല്ലുവേദനയ്ക്കുള്ള ഗുളിക കുടിച്ചത് കേട്ടോ. ഗുളിക കുടിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അത് സുഖമാവുമെന്നറിയാം. പക്ഷേ നമുക്ക് എന്തോ വേദനയ്ക്കുള്ള ഗുളിക അങ്ങനെ കുറേ കുടിച്ചതുകൊണ്ടാവും ഇപ്പോൾ കുടിക്കാനുള്ള ഒരു ഇതില്ല കേട്ടോ. എത്ര വേദന ഉണ്ടെങ്കിലും അങ്ങനെ കടിച്ച് പിടിച്ചിരിക്കുക എന്നല്ലാതെ അങ്ങനെ കുടിക്കലില്ല. പക്ഷെ പല്ലുവേദന എന്ന് പറഞ്ഞാൽ നമുക്കൊരു മനസ്സിന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ വേദന അല്ലല്ലോ.
സഹിക്കാൻ പറ്റാത്ത വേദനയല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് ഉച്ചയ്ക്ക് ഒരു ഗുളിക എടുത്ത് കുടിച്ചിട്ടോ, കുറച്ച് ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ വീണ്ടും കടന്നു. ഇപ്പോൾ അതാ ഗുളികൻ്റെ ഒക്കെ ഡോസ് വിട്ട് കഴിഞ്ഞപ്പോൾ അതാ രണ്ടാമത് ഇവിടെ ഇങ്ങനെ വേദന വരുന്ന ഒരു ഫീലുണ്ട് കേട്ടോ. രാത്രിയാകുമ്പോൾ പിന്നെ പറയും വേണ്ടല്ലോ. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. ഉച്ചക്കത്തേക്ക് ചോറ് കുക്കറിലാക്കി, കറി ഉണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു, ഒക്കെ നിലത്തുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചൂടാക്കി അങ്ങനെ കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ നമുക്ക് നമ്മളെ കയ്യിൽ നിന്നൊന്നും നഷ്ടപ്പെട്ടു പോയപ്പോൾ തന്നെ തിന്നാനുണ്ടാക്കാനൊന്നും വലിയൊരു ഇതില്ല കേട്ടോ, ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഇപ്പം ഇനി രാത്രിക്കത്തേക്ക് അവൾക്ക് മുട്ട പൊരിച്ചു കൊടുക്കാൻ എഴുതിയിട്ടാണ് കേട്ടോ. പിന്നെ അച്ചാറും ഒക്കെ ഉണ്ട്. എന്തായാലും ഈ വർഷം നമുക്ക് നല്ല കിട്ടലാണ് കേട്ടോ. നമുക്ക് നല്ല എന്തുകൊണ്ടും ഞാൻ തളർത്തണ ഒരു വർഷമായി പോവുകയാണ് എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഏതോ മനസ്സിനൊന്നും ഒരു പിടുത്തവും കിട്ടണില്ല കേട്ടോ. ആകെ അസുഖങ്ങളും കാര്യങ്ങളും. ഈ വർഷം തുടക്കത്തിൽ എനിക്ക് വയ്യാണ്ടായി കൊണ്ടാണ്. മിനുവിൻ്റെ പനി എനിക്ക് കിട്ടിയത് മുതൽ എനിക്ക് സ്വതവേ ഉള്ള എൻ്റെ ഒരു എണീറ്റ് നടക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കൂടുതൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഒരു സൺഡേ വ്ലോഗ് പിന്നെ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ഈ ചുമ വിട്ട് പോവാതെ വീട് ക്ലീൻ ചെയ്യാനോ ഒന്നിനും എനിക്കൊരു മൂഡില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ചുമല് ഒന്നങ്ങോട്ട് ഒതുങ്ങി വരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എത്ര മാസ്ക് ഇട്ടെന്ന് പറഞ്ഞാലും പൊടി നമ്മളിലേക്ക് എത്തും. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ കുരച്ച് തുടങ്ങും കേട്ടോ. അത് പേടിച്ചിട്ട് ഞാൻ ഇതൊക്കെ ഇപ്പോൾ അവിടെ ഇട്ടേക്കാണ്. റൂമൊക്കെ ക്ലീൻ ആക്കാനായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഇനി ഒഴിവുപോലെ ക്ലീൻ ആക്കാൻ കരുതിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ കമ്മൽ കിട്ടാൻ ഞാൻ നിങ്ങളിലും അറിയിക്കട്ടെ. കിട്ടാനായിട്ട് ഈ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർ പ്രാർത്ഥിക്കട്ടോ. ഒരു ധൈര്യം പൊന്നാണെങ്കിൽ നമുക്ക് നമ്മളത് പോയാൽ ഭയങ്കര വിഷമമാണല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.